ഞങ്ങൾ ഗെയിം ഡെവലപ്മെന്റ് എന്ന ഡൊമൈനിൽ ഏത് ഉദ്ദേശത്തിൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയോ അതിൻ്റെ ഒരു 100%ലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. വെറും +2 ക്വാളിഫിക്കേഷൻ മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് ഗെയിം ഡെവലപ്മെന്റ് പ്ലേസ് ആകാൻ പറ്റുമോ എന്നുള്ളതാണ് ഇന്ന് സിദ്ധാർത്ഥ് നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. അപ്പോൾ സിദ്ധാർത്ഥ്, +2 വെച്ചിട്ട് ഒരു ഗെയിം ഡെവലപ്പർ ആകാൻ പറ്റുമോ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ സിദ്ധാർത്ഥ് തന്നെ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതിന്റെ ആൻസർ എന്ന് പറയുമ്പോൾ പറ്റും തന്നെയാണ്. കാരണം അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ തന്നെയാണ്. കാരണം എന്റെ കറന്റ് ക്വാളിഫിക്കേഷൻ വെച്ച് നോക്കുന്നതാണെങ്കിൽ എനിക്ക് ജസ്റ്റ് +2 മാത്രമാണ്. അതെ, അത് +2 ബയോളജി സയൻസ് ആയിരുന്നു. അപ്പൊ ബയോളജി സയൻസ് ആയിരുന്നു. അപ്പൊ അത് വെച്ചിട്ടാണ് ഇപ്പം ഉള്ളത്. എന്തുകൊണ്ട് +2 സിദ്ധാർത്ഥായിട്ട് നിർത്തിയതാണോ അതോ ലൈക്ക് ഹയർ സ്റ്റഡീസ് നോക്കാഞ്ഞതാണോ, എങ്ങനെ അതിന്റെ ഒരു? അപ്പം അത് ശരിക്കും പറഞ്ഞാല് ഞാൻ +2 കഴിഞ്ഞിട്ട് ബിടെക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഡ്രോപ്പ് ഔട്ട് ആവുകയാണ് ചെയ്തത്. അപ്പൊ അതിന് ശേഷമായിരുന്നു ഞാൻ ബാക്കിയുള്ള കാര്യത്തിനെ കുറിച്ച് കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ടായത്. അപ്പം അന്നേരമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഗെയിം ഡെവലപ്മെന്റ് കോഴ്സ് എന്നുള്ള രീതിയിൽ ആലോചിച്ചു തുടങ്ങിയത്. ഓക്കെ, എങ്ങനെ ബിടെക് ഡ്രോപ്പ് ഔട്ട് ചെയ്ത എന്തെങ്കിലും റീസൺ കൊണ്ടാണോ അതോ ഇനി അതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണ്ട +2 മതി? അത് രണ്ടും ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാല് ആദ്യം പറഞ്ഞാല് +2 കഴിയുന്ന ടൈമിൽ എന്റെ മൈൻഡിലുണ്ടായ കോൺസെപ്റ്റ് വെച്ചാൽ ബിടെക് നമ്മൾ പൊതുവെ അതിനെ കുറിച്ച് അധികം ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പം ഡിഗ്രിന്ന് ബിടെക് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഫസ്റ്റില് മൈൻഡിൽ വരുന്നത് കോഴ്സ് കഴിഞ്ഞാൽ ജോലി എന്നുള്ള രീതിയിലാണ്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് നോക്കി കയറിയതായിരുന്നു. കയറി വന്ന സമയത്തായിരുന്നു അതിന്റെ കുറച്ച് ഡ്രോബാക്സും കാര്യങ്ങളും നമുക്ക് മനസ്സിലായത്. അപ്പൊ ആ ടൈമില് പോയത് കണ്ടിട്ട് അങ്ങനെ പോയതാണോ? അല്ല, എനിക്ക് ഉണ്ടായിരുന്നു ഫസ്റ്റ് എങ്ങനെയെങ്കിലും ചെറിയൊരു പ്രായത്തിൽ തന്നെ കയറണം, എന്തെങ്കിലും ജോബ് തുടങ്ങണം, ജോബിൽ കയറണം എന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഫസ്റ്റ് ബിടെക്. ബാക്കി ഏത് കോഴ്സ് ആണെങ്കിൽ തന്നെ ഇതൊരു പ്രൊഫഷണൽ കോഴ്സ് ആണല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്കൊരു ജോബ് കുറച്ചും കൂടി അഷോർഡ് ആണ്. ഇതിന്റെ അകത്തുനിന്ന് ഇതുണ്ടായിരുന്നു, അങ്ങനൊരു തോന്നലുണ്ടായിരുന്നു. അതെ, അതുകൊണ്ടാണ് ബയോളജി നേരെ കമ്പ്യൂട്ടർ സയൻസ് ബിടെക്കിലേക്ക് വന്നത്. പിന്നെ മനസ്സിലായി ടൈം വേസ്റ്റിംഗ് ആണ്. പിന്നെ അതിന്റെ അകത്ത് എനിക്ക് തോന്നുന്നു കുറച്ച് ബാക്ക് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അകത്ത് ഇനി ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അതിന് വേണ്ടി പിന്നെയും കുറെ ടൈം കാണണം. അപ്പൊ എന്റെ ടൈം കുറെ അതിനകത്ത് മാത്രം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എനിക്ക് തോന്നി അത് ഡ്രോപ്പ് ചെയ്തിട്ട് വേറെ അതെ. സോ അങ്ങനെ ഗെയിം ഡെവലപ്മെന്റിലേക്ക്. സോ എങ്ങനെ ഈ കോഡിങ് നേരത്തെ താല്പര്യം ഉണ്ടായിരുന്നോ? കോഡിംഗ് അല്ല, എന്റെ മെയിൻ ഇൻട്രസ്റ്റ് ഗെയിമിൽ തന്നെയായിരുന്നു. ഞാൻ ചെറുപ്പം തൊട്ടേ ഗെയിമെല്ലാം കളിക്കുന്നതുകൊണ്ട് എനിക്ക് ഗെയിമിനോട് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇറങ്ങിയിട്ട് ഞാൻ വേറൊരു IT കോഴ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. അതൊരു വൺ ഓഫ് ദ റെപ്യൂട്ടഡ് കമ്പനീസ് തന്നെയായിരുന്നു നോക്കിയിട്ടുണ്ടായത്, ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടുത്തെ സ്കീമൊക്കെ ഞാൻ വെച്ച് നോക്കുന്നതാണെങ്കിൽ അവരെ സംഭവം വെച്ചാൽ സെൽഫ് ലേണിംഗ് ആണ്. നമ്മള് അവിടെ പോയി നമ്മൾ പൈസ കൊടുക്കണം, എന്നിട്ട് നമ്മൾ തന്നെ സെൽഫായിട്ട് ലേൺ ചെയ്യണം. പിന്നെ അതിൻ്റെ അത് കുറെ ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് നമ്മൾ സ്വന്തമായിട്ട് പഠിക്കാനാണെങ്കിൽ നമുക്ക് തോന്നുന്നു അതിന് ആവശ്യമില്ല, പൈസ വെറുതെ കൊണ്ട് കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നമുക്ക് എന്താണെങ്കിലും ഒരു പുതിയ കോഴ്സിലേക്ക് പോകുമ്പോൾ ഒരു മെന്റർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ടീച്ചർ ഉണ്ടെങ്കിൽ നമുക്കത് ബെറ്റർ ആയിരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട്. നമുക്കൊരു കാര്യം അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഫസ്റ്റ് ആയിട്ട് കയറുന്നതല്ലേ, അപ്പൊ അതിൻ്റെ അകത്ത് നമുക്കൊരു ഗൈഡൻസ് കിട്ടുന്ന എപ്പോഴും നല്ലതാണെന്ന് തോന്നി. ഓക്കെ, അവിടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തോ അതോ? ഇല്ല, ഞാൻ ജസ്റ്റ് ശരിക്കും പറഞ്ഞാല് അവിടെ ഞാൻ ജസ്റ്റ് രജിസ്ട്രേഷന് ഒരു എമൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ടൈമിൽ നിൽക്കുമ്പോഴാണ് നമ്മളെ എമർജിയോന്റെ ഒരു ഓൺലൈൻ വെബിനാർ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അതെ, ബെനിൻ സാറായിരുന്നു എടുത്തിട്ടുണ്ടായത്. അപ്പൊ അത് അതിന്റെ അത് ഞാൻ ജസ്റ്റ് എൻറോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഗെയിമിനോട് ഓൾറെഡി ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് കണ്ടറിയാം, ജസ്റ്റ് ഒന്ന് കയറിയാക്കാം. എന്തായാലും ഞാൻ ജോയിൻ ചെയ്യുന്നുള്ള ഒരു മെന്റാലിറ്റിയിലല്ലേ കയറിയിട്ടുണ്ടായത്. അപ്പം ഒന്ന് അറിഞ്ഞിരിക്കട്ടെ എന്താ സംഭവം നല്ല അറിയാമെന്ന് വെച്ച് കയറിയതായിരുന്നു. അപ്പം ക്ലാസ് കണ്ട സമയത്ത് എനിക്ക് കുറച്ചും കൂടി ഭയങ്കര ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടപ്പോ എനിക്ക് തോന്നി ഇത് പഠിക്കാൻ പറ്റുന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഞാനിങ്ങനെ ഒരു കോഴ്സിൽ ചേർന്നിട്ടുള്ളത്. അപ്പം എനിക്ക് നെഗറ്റീവ് അടിച്ചെന്ന് വെച്ചാൽ അവിടെ പോയി ഞാൻ പറഞ്ഞില്ലേ സെൽഫായിട്ട് ലേൺ ചെയ്യണം. അപ്പം ഇൻ കേസ് അങ്ങനെ നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മൾ അവിടുന്ന് നമ്മൾ ഡ്രോപ്പ് ഔട്ട് ആവും. നമ്മൾ പൈസയും കൊടുത്ത് അങ്ങനെ ഇൻ കേസ് ഡ്രോപ്പ് ഔട്ട് ആയി പോയിട്ടുണ്ടെങ്കിൽ അത്രയും പൈസ നമുക്ക് നഷ്ടമാണല്ലോ. അപ്പം ഇവിടുത്തെ കോഴ്സിനെ കുറിച്ച് പിന്നെ ബാക്കി ഇവർ പറഞ്ഞ സമയത്ത് നമുക്ക് ജോബ് അഷുറൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എന്തുകൊണ്ട് ഒരു നല്ല ഡീലായി തോന്നിയോണ്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പം യൂണിറ്റി C# ആയിരുന്നു. അപ്പം അതിന്റെ ബേസിക്സ് ഒക്കെ അന്ന് തന്നെ വർക്ക്ഷോപ്പിന്റെ ടൈമിൽ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഗെയിമിന് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, എങ്ങനെ പോകണം എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്ക് മനസ്സിലായല്ലേ നമുക്ക് പറ്റുന്ന പണിയാണ്. അതെ, അത് ബേസിക്കലി ഞാൻ ഒരു ആവറേജ് സ്റ്റുഡന്റാ. അപ്പൊ എനിക്കത് അത്രയും നല്ല രീതിയിൽ എനിക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നി അവിടെ വന്നാൽ എനിക്ക് ബാക്കിയുള്ളതും അവര് നമുക്ക് നമ്മളെ രീതിയിൽ പറഞ്ഞു തരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ബെസ്റ്റ് ചോയ്സ് ആയിട്ട് ഇതാ തോന്നിയത്.
സോ ഇനിയിപ്പം എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് ഗെയിം ഡെവലപ്മെന്റിൽ മെജോറിറ്റി വരുന്ന ആൾക്കാർക്ക് കോഡിംഗ് എങ്ങനെ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് പഠിച്ചെടുക്കാൻ പറ്റുമോ. എസ്പെഷ്യലി ഇപ്പം സിദ്ധാർത്ഥ് ബയോളജി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്, അപ്പം അതെനിക്ക് സെറ്റ് ആവുമോ എന്നുള്ളതാണ് കുറെ പേരുടെ ഫിയർ ഫാക്ടർ. കാരണം അവർക്ക് ഗെയിമിന് ഇൻട്രസ്റ്റ് ഉണ്ട്, നല്ലൊരു ഡൊമൈൻ ആണ്, ലൈക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ നല്ലൊരു കരിയർ കിട്ടും എന്നുള്ളത് അവർക്ക് അറിയാം ആക്ച്വലി. പക്ഷെ കോഡിംഗ് എനിക്ക് സെറ്റ് ആവുമോ എന്നുള്ളതാണ് അവരെ ബാക്കിലേക്ക് വലിക്കുന്ന ഒരു കാര്യം. സോ അതില് സിദ്ധാർത്ഥിന്റെ ഒപ്പീനിയൻ എങ്ങനെയാണ്? ലൈക്ക് ഫസ്റ്റ് ഇപ്പം നമുക്കിപ്പം എമർജിയിൽ ഇപ്പം എനിക്ക് പഠിപ്പിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഓരോരോ ടാസ്ക് നമുക്ക് തന്നെ അതിന്റെ അകത്തൊരു എക്സ്പെരിമെന്റ് ചെയ്തിട്ടാണ് നമുക്ക് പഠിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. നമ്മൾ ഓരോരോ കോഡ് യൂസ് ചെയ്ത് അല്ലാണ്ട് തിയറി മാത്രമല്ല, നമ്മൾ കോഡ് യൂസ് ചെയ്യുന്നുണ്ട്, അതിന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്ത് വർക്ക് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ബേസിക്കലി എനിക്ക് കോഡിങ് അത്ര വലിയ ഇതായിരുന്നില്ല, ഓക്കെ ആയിരുന്നില്ല. പക്ഷെ ഇവിടെ വന്ന സമയത്ത് ഇത് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് വർക്ക് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ആക്ച്വലി ഇവിടെ വന്നിട്ടാണോ കോഡിംഗ് സ്റ്റാർട്ട് ചെയ്തത്, നേരത്തെ എന്തെങ്കിലും ട്രൈ നോക്കിയിട്ടുണ്ടോ? അങ്ങനെ ബിടെക് പഠിക്കുന്ന സമയത്ത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത്ര ജസ്റ്റ് തിയറി കാര്യങ്ങൾ മാത്രമായിരുന്നു. ഇവിടെ വന്നിട്ടാണ് പിന്നെ യൂസ് ചെയ്ത് അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തൊക്കെ തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് എങ്ങനെയെല്ലാം കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ അതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. നമുക്ക് യൂസ് ചെയ്ത് വരുമ്പോഴാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്കത് മൈൻഡിലേക്ക് കയറുന്നതും മെമ്മറിയിലേക്ക് വരുന്നതൊക്കെ. പിന്നെ ആക്ച്വലി പേരന്റ് സപ്പോർട്ടാണ്. സോ അവർക്ക് ഗെയിം കളിച്ച് ടൈം കളയുക എന്നുള്ളതാണ് എല്ലാവരും നോർമലി ചിന്തിക്കാറ്. സോ പേരന്റ്സ് ആൻഡ് നോക്കുമ്പോഴത്തേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു അവരൊരു സപ്പോർട്ട്? ലൈക്ക് +2 മാത്രമേ ഉള്ളൂ, ഇനി അങ്ങോട്ട് പഠിക്കുന്നില്ല എന്ന് പറയുന്നു, ഞാൻ അത് വെച്ചിട്ട് ഗെയിം ഡെവലപ്മെന്റിലേക്ക് പോകുന്നു. അപ്പം അവരെ കൺവിൻസ് ചെയ്യാനായിട്ട് വലിയ ടൈം എടുത്തോ അതോ? ശരിക്കും പറഞ്ഞാൽ അവർക്ക് സ്റ്റാർട്ടിങ്ങിൽ ഇത് ഞാൻ അവരോട് കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് അവർ പറഞ്ഞത് വെച്ചാല് ഇത് സ്കോപ്പ് ഉണ്ടോ എന്നുള്ള കാര്യം അവർക്ക് വലിയൊരു ഇതായിരുന്നു. അപ്പം ബേസിക്കലി ആദ്യം ഇത് അറിഞ്ഞു വന്നില്ല, എല്ലാവർക്കും ഇത് എത്തിപ്പെടണം അത്ര. എല്ലാവർക്കും ആ ഒരു നോളജ് ഇല്ല, ഗെയിം കളിച്ച് ടൈം കളയാണ്. ഗെയിം ജസ്റ്റ് അതിനെ കൊണ്ട് നമുക്ക് കരിയർ എന്നുള്ള രീതിയിലായിരിക്കും വലിയൊരു ധാരണയില്ല. അപ്പൊ അത് പറഞ്ഞു കൊടുത്ത് നമുക്ക് ഇപ്പൊ ഇവിടുന്നാണെങ്കിൽ നമുക്ക് ജോബ് അഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഒരു കരിയർ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കാര്യം ഞാൻ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ചു. അപ്പൊ അങ്ങനെയാണ് അവരെ സപ്പോർട്ടും ഇതിനകത്തേക്ക് വന്നു തുടങ്ങിയത്. പിന്നെ ആക്ച്വലി എനിക്ക് ഒരുപാട് ലൈക്ക് സിദ്ധാർത്ഥ് ഞാൻ ജോയിൻ ചെയ്ത ടൈമിലാണ്ട് മീറ്റ് ചെയ്തിട്ടുണ്ട്, ആ ടൈമിൽ വന്നിട്ടുണ്ട്. പിന്നെ പ്യൂർലി ലൈക്ക് ഓൺലൈൻ ആയിരുന്നു മെജോറിറ്റി കണ്ടക്ട് ചെയ്തിരുന്നത്. ആദ്യം ഓഫ്ലൈൻ ആയിരുന്നു, പിന്നെ എന്തോ ലൈക്ക് ഓൺലൈൻ പോകണമെന്ന് പറഞ്ഞു. അതിൽ കണ്ടായിരുന്നു ഒരുപാട് ലൈക്ക് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടല്ലേ, കുറെ ജോബിനൊക്കെ പോകുന്നു പറയുന്നുണ്ടായിരുന്നു, ലൈക്ക് ഫീ പേ ചെയ്യാനായിട്ട് കുറെ ഓട്ടം ഓടുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതിനേതോ 2 വട്ടം എൻ്റെ അടുത്ത് ലൈക്ക് ക്ലാസ്സിലെല്ലാം പ്രോപ്പർലി അറ്റൻഡ് ചെയ്യും. ആൻഡ് ഏതോ ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് എക്സാമ്പിളായിട്ട് പറഞ്ഞ സിദ്ധാർത്ഥിന്റെ കാര്യം, സിദ്ധാർത്ഥ് ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ഇതിന്റെ കൂട്ടത്തിലാണ് പ്രോപ്പറായിട്ട് ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാതെ അറ്റൻഡ് ചെയ്യുന്നുള്ളത്. സോ എങ്ങനെ ടൈം മാനേജ് ചെയ്ത് എങ്ങനെയായിരുന്നു ഇതൊക്കെ? അപ്പം ഞാൻ ഓൺലൈൻ ബാച്ചിലേക്ക് മാറുന്ന സമയത്ത് ആദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ടൈം ആയിരിക്കും കംഫർട്ടബിൾ എന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ഞാനിപ്പോ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പം എനിക്ക് എന്തായാലും രാവിലെ ടൈം ഉണ്ടാവില്ല, ഞാൻ 6 മണി വരെ എങ്ങനെയും വർക്കിംഗ് ആയിരിക്കും. അപ്പൊ 6 മണിക്ക് ശേഷമുള്ള ടൈം ആണെങ്കിൽ ഓക്കെ ആയിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യം ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കാറ്റഗറിയിൽ വരുന്ന നമുക്ക് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും കൂടി ഒരു ബാച്ച് സെറ്റ് ചെയ്ത് നമുക്ക് ക്ലാസ് തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മളെ ടൈം പീരീഡിൽ തന്നെ കാര്യങ്ങൾ നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇതിൽ എങ്ങനെയായിരുന്നു നോർമലി ലൈക്ക് ഫസ്റ്റ് പേഴ്സണൽ മെന്ററിംഗ് ആയിരുന്നോ അതോ ആരായിരുന്നു മെജോറിറ്റി ട്യൂട്ടർ? നമുക്ക് ബേസിക്കലി ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ ബെനിൻ സാറൊക്കെ തന്നെ ഉണ്ടായത്. പിന്നെ ആൻസിമിസ് ഉണ്ടായിരുന്നു. ആൻസിമിസ് കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് കോഡിങ്ങിന്റെ കുറെ കാര്യങ്ങൾ ആൻസിമിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കുറെ നല്ലോണം ഏത് സമയത്താണെങ്കിൽ ഹെൽപ്പ് ചോദിച്ചാലും ആൻസിമിസ് നമുക്ക് പറ്റുന്ന രീതിയിലെല്ലാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് എബിൻ ബ്രോ ആണെങ്കിലും ഗൗതം സാർ കുറെ സമയം നമുക്ക് ഉണ്ടായിരുന്നു, കുറെ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ടാസ്ക് വരുന്ന സമയത്താണെങ്കിലും ഓരോ ടാസ്കിൽ നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ നമ്മളെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നമ്മളൊരു ചില പോയിന്റിൽ നമ്മൾ ഫുൾ സ്റ്റോപ്പ് എന്നുള്ള രീതിയിൽ സ്റ്റക്ക് ആയി പോകുന്ന സമയത്ത് ഇവരൊരു പുഷ് കിട്ടുന്ന സമയത്ത് നമുക്ക് പിന്നെയും ബാക്കിയുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ആക്ച്വലി എല്ലായിടത്തും ചെയ്യുന്നത് ഒരു ലൈക്ക് ഇപ്പോ സിംഗിൾ ട്യൂട്ടർ ഇട്ടിട്ട് പഠിപ്പിക്കുക എന്നുള്ള മൈൻഡാണ്. ലൈക്ക് എൻഡ് തീരുന്നവരെ, അയാളുടെ പ്രോഗ്രാം തീരുന്നവരെ അയാളുടെ നോളജിൽ മാത്രം കണ്ടിന്യൂ ചെയ്യുന്നുള്ളതാണ്. ഇവിടെ നമ്മൾ നോർമലി അങ്ങനെ ഒരു റൊട്ടേഷൻ കൊണ്ടുവരാറുണ്ട്. ലൈക്ക് ഒരാൾ ഒരു പാർട്ട് എടുക്കും, അടുത്ത ആൾ അടുത്ത പാർട്ട് എടുക്കും. ആൻഡ് അതെങ്ങനെ ഉണ്ടായിരുന്നു? കാരണം സ്വിച്ചിങ് വരുന്നുണ്ടല്ലോ, ഒരാൾ പഠിപ്പിക്കുന്ന രീതിയല്ല അടുത്ത ആൾ പഠിപ്പിക്കുന്നത്. സോ അതെങ്ങനെ ലൈക്ക് ബെനിഫിറ്റ് ആയിട്ട് തോന്നിയോ അതോ നെഗറ്റീവ് ആയിട്ട് തോന്നിയോ? ബെനിഫിറ്റ് ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ നമുക്കിപ്പം എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്റ്റാഫെല്ലാം വരുന്ന സമയത്ത് എന്തായാലും അത് ബെനിഫിറ്റ് ആയിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ അവര് ഫീൽഡിൽ കുറെ കാലങ്ങളായിട്ടുള്ളതാണല്ലോ. അപ്പൊ അവരെ എക്സ്പീരിയൻസും അവരുടെ നോളജെല്ലാം ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക്
കുറച്ചും കൂടി ബെറ്റർ ആയി തോന്നി. അതെ. സോ ഒരു സ്വിച്ചിങ് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ. സോ എല്ലാവരും അത്യാവശ്യം നമുക്ക് വന്നവരെല്ലാവരും അത്യാവശ്യം നല്ല നോളജ് ഉള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ അതിന്റെ അകത്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട്. വലിയ ലാഗോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ആക്ച്വലി അങ്ങനെ ഒരു നെഗറ്റീവ് കിട്ടാറുണ്ട്. നിങ്ങൾ ഈ ട്യൂട്ടർ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സാധനം. കാരണം അവർ ലൈവിൽ ചെയ്യുന്നതാണ്, ലൈവിൽ ഡിഫറെന്റ് പ്രൊഡക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഓരോരുത്തരുടെ നോളജ് ഇമ്പോർട്ടന്റ് ആണ്. അത് എത്രത്തോളം ആ റിസോഴ്സിന് കിട്ടുന്നോ അതനുസരിച്ച് അവർക്ക് ക്വാളിറ്റി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ സ്വിച്ച് ചെയ്യുന്ന സമയത്താണെങ്കിൽ തന്നെ അവര് ഒരു കാര്യം പകുതിക്ക് വെച്ചിട്ട് സ്വിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്താണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ടാണ് സ്വിച്ച് ചെയ്യുന്നത്. അപ്പം നമുക്ക് വലിയ രീതിയിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ഇത്രയും എമൗണ്ട് ഒക്കെ സ്പെൻഡ് ചെയ്ത് എമർജോയിൽ വന്ന് ലൈക്ക് ആ ഒരു എടുത്തത് നല്ലൊരു വലിയ റിസ്ക് ആണ്. കാരണം നമ്മളും ആക്ച്വലി ഇതിനകത്ത് ലൈക്ക് അത്ര ഇയർ എക്സ്പീരിയൻസ് ഉള്ള ആളല്ല. നമ്മൾ നോർമൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തൊരു 1.5 years ആവുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായിരുന്നു അങ്ങനെ ഒരു റിസ്ക് എടുക്കാനുള്ള റീസൺ? എന്തുകൊണ്ട് എമർജിയോ ട്രസ്റ്റ് ചെയ്തു? അപ്പം ഫസ്റ്റ് ടൈമിൽ ഞാൻ പറഞ്ഞില്ലേ, ഓൾറെഡി ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത സമയത്ത് തന്നെ എനിക്ക് ഇവിടുത്തെ ടീച്ചിങ് മെത്തേഡ് ആണെങ്കിലും അവര് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അത് മാത്രമല്ല ഇവര് നമുക്ക് ഒരു ട്രസ്റ്റ് ഉണ്ട്, അഷുറൻസ്, ജോബ് അഷുറൻസ് എന്നുള്ള കാര്യം. അപ്പൊ അവര് ഗ്യാരണ്ടി തരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് വിശ്വസിച്ചിടാം. അവർ പറയുന്നുണ്ടല്ലോ നമുക്ക് ഈ കോഴ്സ് കഴിയുന്ന ടൈമിൽ നിങ്ങൾക്ക് ജോബ് നമ്മൾ അഷുർ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കണ്ടിട്ടാണ് മെയിൻ ആയിട്ട് എമർജിയോ ചൂസ് ചെയ്തത്. പിന്നെ ഗെയിമിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഹോപ്പ് ഉണ്ട്, എങ്ങനെ വന്നാലും അത് അത്ര പെട്ടെന്ന് ഇല്ലാണ്ടാവുന്ന ഒരു ഇൻഡസ്ട്രി അല്ല. അപ്പൊ എങ്ങനെ പോയാലും അതിന് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി എവിടെയെങ്കിലും ആയിട്ടുണ്ടാവും. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് ചൂസ് ചെയ്യാനുള്ള കാരണം. സോ ലൈക്ക് ഇതില് ഇപ്പൊ കിട്ടിയിരിക്കുന്ന കമ്പനിയിൽ ഫസ്റ്റ് ഇന്റർവ്യൂ ആയിരുന്നോ അതോ ലൈക്ക് നേരത്തെ വേറെ ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? കറന്റ്ലി ഞാൻ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് സെലക്ട് ആയത് ഇതാണ്. അപ്പം ബാക്കിയുള്ളത് സോ അപ്പം സിദ്ധാർത്ഥിന്റെ എക്സ്പീരിയൻസ് ലൈക്ക് പ്ലസ് ടു വെച്ചിട്ട് ഇങ്ങനൊരു കരിയറിലേക്ക് എത്താൻ പറ്റിയ എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ലൈക്ക് ഒരു റെഫറൻസിൽ എടുക്കാവുന്നതാണ്. അതെ. ആൻഡ് എനിവേ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.